കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ മഴ തുടരുകയാണ്. പലയിടങ്ങളിലും നഗരങ്ങളിലും നാട്ടുപുറങ്ങളിലും ഒക്കെ പലയിടങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടതായി റിപ്പോർട്ടുകൾ വരുന്നു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്നാണ് സൂചന. ഇടുക്കിയിൽ ഇന്നലെ രാത്രിയും ശക്തമായ മഴയായിരുന്നു. വെള്ളാരംകുന്നിൽ റോഡിലേക്ക് ഇടിഞ്ഞു വീണ മൺകൂനയിൽ ഇടിച്ചു കയറി ഒരു ബൈക്ക് യാത്രികന് ദാരുണ അന്ത്യമുണ്ടായി എന്ന വാർത്തയും ഈ പ്രഭാതത്തിൽ വരികയാണ്. അതുപോലെ കോഴിക്കോട് നരിക്കുനിയിൽ ഇടിമിന്നലേറ്റ ഒരു യുവതി ഇന്നലെ മരിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുകയാണ്. അതിൻ്റെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കുന്നുണ്ട്. പെരിയാറിൻ്റെ ഇരു കരകളിലും താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം. കാരണം പെരിയാറിലേക്കാണ് ഈ വെള്ളം ഒഴുകിയെത്തുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് പിന്നെയും ഉയരുന്നുവെന്ന ചെറിയ ഒരു അലോസരപ്പെടുന്ന വാർത്ത കൂടി വരുന്നുണ്ട്. വിവിധ ബ്യൂറോകൾ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്നലെ രാത്രിയിലും ഇടുക്കിയിലെ മലയോര മേഖലയിൽ കനത്ത മഴയാണ് പെയ്തത്. വെള്ളാരംകുന്നിലാണ് മഴയത്ത് റോഡിലേക്ക് ഇടിഞ്ഞു വീണ മൺകൂനയിലിടിച്ച് അപകടമുണ്ടായത്. പറപ്പള്ളിൽ വീട്ടിൽ തങ്കച്ചനാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട ബൈക്ക് മൺകൂനയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതോടെ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു. 13 സ്പിൽവേ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. പെരിയാറിന്റെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിലും ശക്തമായ മഴ തുടരുകയാണ്. ഇന്നലെ ഉച്ച മുതൽ പെയ്ത മഴയിൽ പ്രദേശത്ത് വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത്. പുതുപ്പാടി, കണ്ണപ്പൻകുണ്ട്, അടിവാരം, കോടഞ്ചേരി ഭാഗങ്ങളിലാണ് ശക്തമായ മഴയും മലവെള്ളപ്പാച്ചിലുമുണ്ടായത്. നരിക്കുനിയിൽ ഇടിമിന്നലേറ്റ് ഒരു യുവതി മരിച്ചു. പാറപ്പാറ സ്വദേശി സുനീറയാണ് മരിച്ചത്. കാരപ്പറ്റ, മാളശ്ശേരി ഭാഗത്തുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ വീട് ഭാഗികമായി തകർന്നിരുന്നു. മലപ്പുറം വഴിക്കടവ്, മണിമൂലി മേഖലകളിൽ കനത്ത മഴയെ തുടർന്ന് കൃഷിയിടങ്ങൾ വെള്ളത്തിൽ മുങ്ങി. കലക്കൻപുഴ നിറഞ്ഞൊഴുകുകയാണ്. ഇന്ന് 11 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.